എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ഈ ഉപവാസ സമരത്തിന്റെ കോട്ടയം ജില്ലയുടെ അധ്യക്ഷൻ ശ്രീ ജോയ് തോമസ് ആനിത്തോട്ടത്തിൽ, സ്റ്റേറ്റ് വൈസ് പ്രസിഡന്റ് ഡോക്ടർ സെലിൻ ഫിലിപ്പ്, സ്റ്റേറ്റ് വക്താവ് ഡോക്ടർ സാജു കണ്ണന്തറ, ജില്ലയുടെ വൈസ് പ്രസിഡന്റ് റോയ് സാർ, നിയോജക മണ്ഡലത്തിന്റെ പ്രസിഡന്റ് ആയിരിക്കുന്ന ശ്രീ തുളസിദാസ് സാർ തുടങ്ങി ജില്ലയുടെയും മണ്ഡലങ്ങളുടെയും നേതാക്കളായിരിക്കുന്ന എല്ലാ നല്ലവരായ ആം ആദ്മികളെ, ഇവിടെ ഇന്ന് വന്നു ചേർന്നിരിക്കുന്ന എല്ലാ ആം ആദ്മി സുഹൃത്തുക്കളെ, ഇന്ന് ഇവിടെ പറഞ്ഞു തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞത് ഇന്ത്യയിലുടനീളം ഉപവാസ സമരം നടത്തുന്നു എന്നാണ്. മറിച്ച് ഇന്ത്യയിലുടനീളം മാത്രമല്ല സഹോദരങ്ങളെ, ലോകത്തിന്റെ നാനാഭാഗങ്ങളിലും ഇന്ന് ഈ നിമിഷം ഉപവാസ സമരം നടന്നുകൊണ്ടിരിക്കുന്നു. നിങ്ങൾക്കറിയാവുന്നതുപോലെ ഒരു ഇന്ത്യയിലെ നേതാവിനെ ജയിലിൽ അടച്ചതിന്റെ പേരിൽ അമേരിക്കയിൽ 4 സ്ഥലങ്ങളിലും, ഓസ്ട്രേലിയയിൽ 3 സ്ഥലത്തും, ലണ്ടനിലും കാനഡയിലും ഉൾപ്പെടെ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഉപവാസ സമരം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഇതിനു മുമ്പ് നിങ്ങൾക്ക് ഏതു നേതാവിനെ കുറിച്ചാണ് കേൾക്കാൻ കഴിഞ്ഞിട്ടുള്ളത്? നമ്മൾ ആലോചിക്കണം. ഇതുവരെയും വളരെ വിശദമായി അഡ്വക്കറ്റുമാരും അതുപോലെ തന്നെ നമ്മുടെ സംസ്ഥാന വക്താവും പറഞ്ഞ പോലെ PMLA ആക്ട് ചുമത്തിക്കൊണ്ടാണ്, മണി ലോണ്ടറിംഗ് എന്ന പേരിലാണ് നമ്മുടെ കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. അതിനു മുൻപായി നമ്മുടെ സഞ്ജീവ് സാറിനെയും അതുപോലെ നമ്മുടെ നേതാക്കന്മാരെ ഓരോരുത്തരെയായി മനീഷ് സിസോദിയെ അടക്കം അറസ്റ്റ് ചെയ്തപ്പോഴും ഇതേ കേസ് തന്നെയാണ് അവർ ഫയൽ ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയാണ് ഈ കേസ് മാത്രം അവരുടെ മേൽ ഫയൽ ചെയ്തത്? നമ്മൾ എല്ലാവരും അറിയുന്നത് പോലെ ഈ PMLA ആക്ട് ഒരുപക്ഷെ നമുക്ക് കഴിഞ്ഞ ആഴ്ച വരെ നമ്മളിൽ ആർക്കെങ്കിലുമോ അല്ലെങ്കിൽ പൊതുസമൂഹത്തിനോ ഈ ആക്ട് എന്താണെന്ന് അറിയില്ലായിരുന്നു. ഇപ്പോൾ നമ്മൾ എല്ലാവരും ഇത് അറിയാൻ ശ്രമിക്കുകയും വാട്സപ്പിൽ കൂടെയും സോഷ്യൽ മീഡിയയിൽ കൂടെയും ഈ ആക്ടിനെ കുറിച്ച് തന്നെ കൂടുതൽ പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. 2002 ആഗോള രാഷ്ട്രീയ നേതാക്കന്മാർ ഒന്നിച്ചുകൂടിയ വേളയിൽ വിയന്നയിൽ വെച്ചാണ് ഇങ്ങനെ ഒരു ആക്ടിന് രൂപം കൊടുക്കുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഈ ആക്ട് തുടങ്ങി വെച്ചത്? ആഗോള തലത്തിലുള്ള മയക്കുമരുന്ന് കച്ചവടങ്ങളും കള്ളപ്പണം വെളുപ്പിക്കലുകളും തടയുന്നതിന് വേണ്ടിയുള്ള ആക്ട് ആയിരുന്നു ഇത്. നമ്മൾ ഓർക്കണം, ഈ ഇന്ത്യ മഹാരാജ്യത്ത് നാളിതുവരെ 1 രൂപയുടെ സാധനം പോലും ഫ്രീ കൊടുക്കാത്ത നാട്ടിൽ, ഇന്ത്യയിൽ ഡൽഹിയിൽ നമ്മുടെ കേജ്രിവാൾ ഭരണം തുടങ്ങിയതിനു ശേഷം 200 യൂണിറ്റ് വൈദ്യുതിയും 20,000 ലിറ്റർ വെള്ളവും ആശുപത്രിയിലെ എല്ലാ ചികിത്സാ സൗകര്യങ്ങളും ലോകോത്തര നിലവാരത്തിലുള്ള വിദ്യാഭ്യാസവും ഫ്രീ ആയി കൊടുക്കുന്ന ഒരു സർക്കാർ 100 കോടി രൂപ മണി ലോണ്ടറിങ്ങിലൂടെ ഒരു വ്യക്തിയിൽ നിന്നും കരസ്ഥമാക്കി എന്ന് പറഞ്ഞാണ് കേസ് എടുത്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു കള്ളത്തരം കാണിക്കുന്ന വ്യക്തിയായിരുന്നു അരവിന്ദ് കെജ്രിവാൾ എങ്കിൽ കൂടുതൽ നിയമസാധ്യതകളിലേക്ക് ഒന്നും പോകാതെ തന്നെ നമുക്ക് നമ്മുടെ സാമാന്യ ബുദ്ധിക്ക് ചിന്തിച്ചു നോക്കാവുന്ന കാര്യമുള്ളൂ. 200 യൂണിറ്റ് വൈദ്യുതി ഡൽഹിയിലെ എല്ലാ ജനങ്ങൾക്കും ഫ്രീ കൊടുക്കണമെങ്കിൽ എത്ര കോടി രൂപ അദ്ദേഹം ഖജനാവിൽ മാറ്റിവെച്ചാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ UP-യിലെ ഗവൺമെന്റിനോ BJP വർഷങ്ങളായി ഭരിച്ചുകൊണ്ടിരുന്ന ഗുജറാത്ത് ഗവൺമെന്റിനോ ഇത് കൊടുക്കാൻ സാധിച്ചുവെങ്കിൽ പിന്നെ നിങ്ങൾ പറയുന്നതിനകത്ത് ഒരു അർത്ഥമുണ്ടായിരുന്നു, മണി ലോണ്ടറിങ് നടന്നിട്ടുണ്ട് എന്ന് തന്നെ. ഇതിനാൽ ഒന്നും ചെയ്യാൻ കഴിയാത്ത 1 രൂപ പോലും കഴിഞ്ഞ 7 വർഷമായി ഭരിച്ചിട്ടും 1 രൂപ പോലും നികുതിയായിട്ട് നാട്ടിലെ ജനങ്ങൾക്ക് കൊടുക്കാത്ത ഡൽഹി ഗവൺമെന്റ് ഇങ്ങനെ ഒരു ലോണ്ടറിങ് സംവിധാനം നടത്തിയെന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര രാജ്യങ്ങളിൽ പോലും ആരും വിശ്വസിക്കാതെ ആയിരിക്കുന്നു. എന്തിനു വേണ്ടിയാണ് ഇവർ പറയുന്നത്? ഇനിയും ഞങ്ങൾ 400 സീറ്റിലും ജയിച്ചു കയറുമെന്ന് പറയാൻ വേണ്ടി. നടക്കുകയില്ല എന്ന് മനസ്സിലായപ്പോഴും ഇന്ത്യ സഖ്യത്തിന്റെ തലവിൽ നമ്മുടെ കേജ്രിവാൾ വരികയും ഇന്ത്യ സഖ്യത്തെ മുന്നേറുവാൻ ചാണക്യനായി പ്രവർത്തിക്കുമെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ എങ്ങനെയെങ്കിലും തുറുങ്കിലടയ്ക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി 2 വർഷങ്ങൾ കൂട്ടി ചമച്ചെടുത്ത ഈ കേസിലൂടെ അദ്ദേഹത്തെ തുറുങ്കിലടച്ചിരിക്കുന്നു. ഇതിനെതിരെ നല്ലവരായ എല്ലാ ജനാധിപത്യ വിശ്വാസികളും പ്രാർത്ഥനയോടുകൂടി തന്നെ ഉപവാസം ഇരിക്കുകയും അദ്ദേഹത്തിനെ പുറത്തിറക്കുവാൻ വേണ്ടി നമ്മൾ അങ്ങേയറ്റം പ്രയത്നിക്കുകയും ചെയ്യുമെന്ന്. ബാൻസുരി സ്വരാജ് നിങ്ങൾക്കൊക്കെ ഒരുപക്ഷെ പരിചിതമായി കാണാം. നമ്മുടെ സുഷമ സ്വരാജിന്റെ മകൾ ബാൻസുരി സ്വരാജ് ED-ക്ക് വേണ്ടി സഞ്ജയ് സിംഗിനെ പുറത്തിറക്കാതിരിക്കാനുള്ള അപ്പീലിൽ സൈൻ ചെയ്തിരിക്കുന്ന അഡ്വക്കേറ്റ്.
തുടർന്ന് അവരിപ്പോൾ ഡൽഹിയുടെ MP കാൻഡിഡേറ്റ് ആയിട്ട് മത്സരിക്കുന്നു. ഇങ്ങനെ BJPയും EDയും ഒന്ന് ചേർന്ന് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മുടെ ജനങ്ങൾക്ക് വ്യക്തമാകത്തക്ക വിധം എല്ലാ തെളിവുകളും പുറത്തു വന്നിരിക്കുന്നു. ജനങ്ങളെ എല്ലാവരെയും ഒന്നടങ്കം നമ്മുടെ ഭരണഘടനയിൽ നിന്നും മാറ്റി നിർത്തിക്കൊണ്ട് ഭരണഘടനയുടെ പൂർണ്ണമായ ധ്വംസനം നടത്തുന്ന ഈ സമയത്ത് ജനങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് ആം ആദ്മി പാർട്ടിയിലൂടെ അല്ലെങ്കിൽ ആം ആദ്മി പാർട്ടിയുടെ ചട്ടക്കൂടിലൂടെ സ്വരാജിനെ നിലവിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി പ്രയത്നിക്കണമെന്ന് ഈ ഉപവാസ സമരത്തിലൂടെ ഞങ്ങൾ ആഹ്വാനം ചെയ്യുകയാണ്. ഇന്ന് ഈ സമയത്ത് ഇവിടെ വന്നിരിക്കുമ്പോൾ എന്റെ മനസ്സിലൂടെ കടന്നു പോകുന്ന ഒരു ചിന്തയാണ്. 1986 ബസേലിയസ് കോളേജിൽ പഠിച്ചിരുന്ന കാലത്ത് ആ സമയങ്ങളിൽ ഇന്ദിരാഗാന്ധിയുടെ മരണവുമായി ബന്ധപ്പെട്ട് ഇവിടെ ഹർത്താലുകൾ നടന്നപ്പോൾ ഞങ്ങൾക്ക് വണ്ടികളില്ലാതെ പോകാൻ പറ്റാത്ത ഒരു സമയം വന്നു. അന്ന് സുഹൃത്തിന്റെ കൂടെ സുഹൃത്തിന്റെ പിതാവിനോടൊപ്പം ഈ പോസ്റ്റ് ഓഫീസിൽ വന്ന് ഒരു ദിവസം അന്തി ഉറങ്ങേണ്ട അവസ്ഥയുണ്ടായിരുന്നു. അന്ന് ഒരിക്കലും ഓർത്തിട്ടില്ല ഒരു ജനാധിപത്യത്തെ കാത്തു സംരക്ഷിക്കുന്നതിന് വേണ്ടി അതിന് എതിർവശത്ത് നാളുകൾക്ക് ശേഷം ഇങ്ങനെ ഒരു ഉപവാസ പന്തലിൽ വന്നു ചേരേണ്ടി വരുമെന്ന്. ഇതൊക്കെ ഒരു നിമിത്തമായി കണ്ടുകൊണ്ട് നാളെയുടെ പുത്തൻ പ്രതീക്ഷകൾ നമ്മുടെ യുവതലമുറകൾക്കും വാഗ്ദാനം ചെയ്തുകൊണ്ടും നമ്മുടെ ഭരണഘടനയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി കേജ്രിവാളിന്റെ ജയിൽ മോചനത്തിനും അതുപോലെ നമ്മുടെ ആം ആദ്മിയുടെ നേതാക്കളെ എല്ലാവരെയും ഒരുപോലെ ജയിലിൽ നിന്നും മോചിപ്പിച്ചുകൊണ്ട് ഇന്ത്യക്ക് പൂർണ്ണമായ സ്വാതന്ത്ര്യം ലഭിക്കും വരെയും നമ്മുടെ ഈ പ്രയത്നം മുന്നോട്ട് കൊണ്ടുപോകുമെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടും ഞാൻ എന്റെ വാക്കുകൾ നിർത്തുന്നു. ഒപ്പം കേജ്രിവാൾജിക്കും ഒപ്പം ആം ആദ്മിയുടെ എല്ലാ വോളണ്ടിയേഴ്സിനും ഈ ഉപവാസ സമരത്തിന്റെ അഭിവാദ്യങ്ങൾ അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ജയ് ജയ് ആം ആദ്മി പാർട്ടി.